മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി ബിഷപ്പുമാർ. SIUC ലത്തീൻ സഭാ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്ത്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതിമാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പും ജനം TVക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. ഇത് SIUC ബിഷപ്പ് ഡോക്ടർ ഗ്ലാഡ്സ്റ്റോൺ 17/6/2002 പ്രീത എന്ന ബാലരാമപുരം സ്വദേശിക്ക് നൽകിയ SIUC സർട്ടിഫിക്കറ്റാണ്. ജാതിയാവട്ടെ SIUC നാടാർ ക്രിസ്ത്യൻ. അതേ പ്രീത 11/11/2005 ആയപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാറ്റി ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ലത്തീൻ സഭയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. ഈ ജാതിമാറ്റം സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമെന്നത് വ്യക്തം. അടുത്തത് ഇങ്ങനെ: ഭരണഘടനാ വിരുദ്ധമായി 18/3/2025 നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഷാജി എന്ന വ്യക്തി ജാതിയും മതവും മാറി ലത്തീൻ ക്രിസ്ത്യാനിയായതിൻ്റെ രേഖയാണിത്. സമാനമായ രീതിയിൽ ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഇന്ദുലാൽ നെയ്യാറ്റിൻകര സ്വദേശി 3/2/2025 ലത്തീൻ ക്രിസ്ത്യാനിയായതിൻ്റെ രേഖയും. ഇങ്ങനെ ഈ വർഷം മാത്രം ജാതിയും മതവും മാറിയവർ 1000-ലേറെ പേരാണ്. ഇതൊക്കെ പൂർണ്ണമായും സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയെന്ന് വ്യക്തം. ജനനം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയെ അട്ടിമറിച്ചാണ് ഉദ്യോഗസ്ഥർ മതമേലധ്യക്ഷന്മാരുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ജാതി മാറ്റം തകൃതിയായി നടത്തുന്നത്. ഇനി മറ്റൊരു രേഖ. 2011 തന്നെ ജാതി മാറ്റം നിയമപരമായി അല്ലാതെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. അപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. ആയിരത്തി 1947 മുമ്പ് ലത്തീൻ സഭ വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ സഭ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന നിയമം നിലനിൽക്കെയാണ് ജാതിമാറ്റ അട്ടിമറി സംസ്ഥാനത്ത് നടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് 2010 തന്നെ ജാതിമാറ്റ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ലത്തീൻ കത്തോലിക്ക സമുദായങ്ങൾക്ക് ജാതിമാറ്റ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉത്തരവായി നൽകിയിരുന്നു. ഇതും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. സമാനമായ രീതിയിൽ ദേശീയ പിന്നോക്ക കമ്മീഷനും സർക്കാരിന് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ
എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് സംസ്ഥാനത്ത് ജാതി മതമാറ്റം തകൃതിയായി നടക്കുന്നത്. മതമേലധ്യക്ഷന്മാരും സർക്കാരും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും കുടപിടിക്കുമ്പോൾ നിലവിൽ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ജാതി മതമാറ്റത്തിലൂടെ സഭയ്ക്ക് ലഭിക്കുന്നതാകട്ടെ ഒരു അംഗബലം, ഒപ്പം ജാതി മതം മാറുന്നവർക്ക് ലഭിക്കുന്നതാകട്ടെ ആനുകൂല്യങ്ങളും. ഇതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ജാതി മതമാറ്റം സംസ്ഥാനത്ത് നടക്കുന്നതും. വിനീഷ്, ജനം, തിരുവനന്തപുരം. ഇന്നത്തെ ദിവസം ജനം TV പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഇത് തന്നെയാണ്. സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ജാതി മതമാറ്റം വ്യാപകമായി ഈ കാലത്തും നടക്കുന്നുവെന്നതാണ്. ബിനീഷ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ബിനീഷ്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, ഈ വർഷം മാത്രം ഏതാണ്ട് 1000-ലധികം ആളുകൾ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മതം മാറുന്നു, ജാതി മാറുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റുകൾ ബിഷപ്പുമാർ തന്നെ നേരിട്ട് നൽകുകയാണ്. പറയൂ ബിനീഷ്. തീർച്ചയായിട്ടും വലിയ ഗൗരവകരമായ ഒരു വാർത്ത തന്നെയാണ് ജനം TV ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ നമ്മൾ മതം മാറ്റം എന്നെ സംബന്ധിച്ചുള്ള വാർത്തകൾ പല ഘട്ടങ്ങളിലായി കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ തട്ടിപ്പാണ് ജാതി മാറ്റം. പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായി ജാതി മാറുക എന്നൊരു തരത്തിലേക്ക് അതിന് കുടപിടിക്കുന്നതാകട്ടെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ മാറി മാറി വന്ന പഴയകാല വലതുപക്ഷ സർക്കാരുകളും ഒപ്പം മതമേലധ്യക്ഷന്മാരും ഉദ്യോഗസ്ഥരുമാണ് എന്നതാണ് വസ്തുത. ഈ ജാതിയും മതവും മാറുന്നതിലൂടെ സഭയ്ക്കുണ്ടാകുന്ന നേട്ടം ഒരു അംഗബലം വർദ്ധിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് പേർ കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ ജാതി മാറ്റം നടത്തിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള തെളിവുകളാണ് ഇന്ന് ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ പ്രത്യേകിച്ച് ബിഷപ്പുമാരാണ്. SIUC ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരാണ്. നമുക്ക് SIUC ബിഷപ്പിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് ഈ വാർത്തയിൽ ഉൾപ്പെടുത്താനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് SIUC സഭയുടെ ഒരു സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി അത് സർക്കാർ തന്നെ അംഗീകരിക്കുന്നു. അതിനുശേഷം ഈ ജാതി സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ റവന്യൂ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ള മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തേണ്ട ഉദ്യോഗസ്ഥരും ഈ ജാതി സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിക്കൊണ്ട് അവർ ഈ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് SIUC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നു. അതിനുശേഷം അത് കഴിഞ്ഞ് വെറും മാസങ്ങൾ പിന്നിടുമ്പോൾ അടുത്തതായി ആ പ്രീത എന്ന വ്യക്തിക്ക് വീണ്ടും ലത്തീൻ സഭയുടെ സർട്ടിഫിക്കറ്റ്, ലത്തീൻ ജാതി, ലത്തീൻ കത്തോലിക്ക, ആംഗ്ലോ ഇന്ത്യൻ എന്ന ജാതിയിൽ മതത്തിൽപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുന്നു. അങ്ങനെ അവിടെ ആ ഒരു അവരുടെ പൂർവികരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ജാതിയായ നാടാർ ജാതി എന്ന് പറയുന്ന ആ ജാതി മാറ്റം ചെയ്യപ്പെടുന്നു. ഇത് നിയമവിരുദ്ധമായി തെറ്റാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ഏറ്റവും അവസാനം ബാക്കി നമ്മൾ നോക്കുമ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ നാടാർ ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു വ്യക്തി പൂർണ്ണമായും ജാതിയും മതവും മാറി ലത്തീൻ കത്തോലിക്ക സഭയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ മറ്റൊരു രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തി ജാതിയും മതവും മാറുന്നു. ഇതെല്ലാം സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമെന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഒപ്പം സഭകളെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഒരു അംഗബലം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ജാതി മതം മാറുന്ന ആൾക്ക് ഒരു കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യവും സംസ്ഥാനത്തുണ്ടാകുന്നു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 1900 ഈ ജാതി മാറാൻ ഭരണഘടനാപരമായി നിയമങ്ങൾ നിലനിൽക്കുന്നില്ല. അത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ആ നിയമങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരും സർക്കാരുകളും ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജാതി മാറ്റം സംസ്ഥാനത്ത് തകൃതിയായി നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതേസമയം തന്നെ സർക്കാരിൻ്റെ നിയമപ്രകാരം, സർക്കാർ നോട്ടിഫിക്കേഷൻ പ്രകാരം 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക സഭ വിശ്വാസികളായവരും ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് അവരുടെ പിന്തുടർച്ചക്കാർക്ക് മാത്രമാണ് ജാതി സർട്ടിഫിക്കറ്റ്, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സഭയുടെ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നിയമപരമായി സാധുതയുള്ളൂ. ആ സാധുതയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വലിയൊരു അട്ടിമറിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൗതം.